On this fine morning in the new year 2021, we take immense pride to commemorate our founder, St. Kuriakose Elias Chavra CMI. He was an Indian Catholic priest and social reformer, the first canonized Catholic saint of Indian origin, the co-founder and the first prior general of the Congregation for Men in the Syro-Malabar Catholic Church. The life and deeds of Saint Chavra is an inspiration to the whole humanity. He is the shining example of dedication to God through selfless service for the betterment of mankind. He believed that teaching and learning is a sacred practice that leads to enlightenment. A great man is always a man of mighty effort. We feel honored to have with us Reverend Father Sebastian Chamathara CMI, Provincial, St. Joseph Province, Thiruvananthapuram. The man who is rich in proportion to the number of things which he affords to the vision and the mission to build a better society. Let's listen to Reverend Father Sebastian Chamathara CMI for an insightful speech. ക്രൈസ്റ്റ് നഗർ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പ്രിയ ബഹുമാനപ്പെട്ട ബിനോ പട്ടർകുളമച്ചൻ, ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, അസാധാരണമായ കാഴ്ചയും കാഴ്ചപ്പാടുകളുമുള്ള മഹനീയ വ്യക്തികളുടെ അനശ്വര സംഭാവനകളുടെ ആകത്തുകയാണ് സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഇന്നോളമുള്ള വളർച്ച. ഈ അസാധാരണ വ്യക്തികൾ, അവർ ഈ അനശ്വര സംഭാവനകൾ നൽകിയ വ്യക്തികൾ, അവർ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം. അങ്ങനെ സ്വപ്നങ്ങൾ കണ്ട ഒരു വ്യക്തിയാണ് ചാവറപ്പിതാവ്. ചാവറയച്ചൻ്റെ ചരിത്രം വായിച്ചാൽ തന്നെ ആ മഹനീയത നമുക്ക് മനസ്സിലാക്കും. ചാവറയച്ചനെ പഠിച്ച ശ്രീ ONV കുറുപ്പ് തൻ്റെ കവിതയിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: വർണ്ണകുടീരത്തിനുള്ളിലൊതുങ്ങാത്ത സന്യാസത്തിൻ ആത്മസൗരഭമേ, വർണ്ണകുടീരത്തിനുള്ളിലൊതുങ്ങാത്ത സന്യാസത്തിൻ ആത്മസൗരഭമേ, സേവനം പ്രാർത്ഥനയാക്കി ചരാചര സ്നേഹത്തിൽ ദൈവത്തെ ദർശിപ്പോനെ, പരിപാവന ചരിതം നിൻ മഹിമാവിനെ വാഴ്ത്താം, വാഴ്ത്താം നിൻ തിരുനാമം വാഴ്ത്താം. വർണ്ണകുടീരത്തിനുള്ളിൽ ഒതുങ്ങാത്ത സന്യാസ ജീവിതമാണ് ചാവറപ്പിതാവും കൂട്ടരും ആഗ്രഹിച്ചത്. പക്ഷേ വർണ്ണകുടീരത്തിൽ ഒതുക്കുവാൻ ചാവറപ്പിതാവ് ഇഷ്ടപ്പെട്ടില്ല. കാരണം സേവനമാണ് പ്രാർത്ഥനയെന്ന് ചാവറപ്പിതാവ് മനസ്സിലാക്കി. സന്യാസ ജീവിതം മനുഷ്യർക്ക് ഉപകാരപ്രദമായി തീരണമെങ്കിൽ സേവനത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് സേവനത്തിന് സന്നദ്ധനാകുകയാണ്. ചാവറപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ക്ഷേമവും ആത്മീയ ക്ഷേമവും ഒരുമിച്ച് കണ്ട വ്യക്തിയാണ്. രണ്ടും തമ്മിൽ നല്ല ബന്ധമുള്ളതായിട്ടാണ് ചാവറപ്പിതാവ് കണ്ടത്. പരദുഃഖ അല്ലെങ്കിൽ പരക്ലേശ വിവേകം ഒരു സിദ്ധിയാണ്. ചാവറപ്പിതാവിന് ഈ പരക്ലേശ വിവേകമുണ്ടായിരുന്നു, ഈ സിദ്ധി ഉണ്ടായിരുന്നു. ഈ പരക്ലേശ വിവേകം, ഈ സിദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് പരക്ലേശ പങ്കാളിത്തം അദ്ദേഹം ഒരു ധർമ്മമായി കരുതി. അവരെൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് ചാവറപ്പിതാവ് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ചാവറപ്പിതാവ് സ്കൂളുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചത്, ആതുരാലയങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചത്, പിടിയേരി പ്രസ്ഥാനം തുടങ്ങുവാൻ ആഗ്രഹിച്ചത്. അക്ഷരത്തെയും ഭക്ഷണത്തെയും വസ്ത്രരീതിയെയും ഒക്കെ ചാവറയച്ചൻ പ്രധാന ജീവിത ശൈലിയാക്കി മാറ്റാൻ, അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങളുടെ മേഖലയാക്കി മാറ്റാൻ ചാവറയച്ചന് ആഗ്രഹിച്ചത്. അപ്പം ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് കൊണ്ടുപോവുകയും പരക്ലേശ വിവേകത്തോടുകൂടി പരക്ലേശ പങ്കാളിത്തം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ചാവറപ്പിതാവ്. ചാവറപ്പിതാവിൻ്റെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കണം. അറിവ് കൂറായി മാറുമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എത്രമാത്രം ചാവറപ്പിതാവിനെ നമ്മൾ മനസ്സിലാക്കുന്നു, അത്രമാത്രം കൂറ് ചാവറപ്പിതാവിനോട്, അല്ലെങ്കിൽ ചാവറപ്പിതാവിനോടുള്ള ആദരം നമുക്ക് അത്രമാത്രം വർദ്ധിക്കും. അതുകൊണ്ട് ചാവറപ്പിതാവിനെ പ്രത്യേകമായി ഈ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ
നമുക്ക് ഏറ്റവും ആവശ്യം എനിക്ക് തോന്നുന്നത് ചവറപിതാവിനെ അറിയിക്കുക. ചവറപിതാവിനെ അറിയാനും അറിയിക്കുവാനും നമുക്ക് ഏറ്റവും എളുപ്പം അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുകയാണ്. അദ്ദേഹം എഴുതിയ കൃതികൾ വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കൃതികൾ ചാവരുൾ എത്രയോ മനോഹരമായ കൃതിയാണ്. അത് വായിച്ചു നോക്കുമ്പോൾ ഒരു മാതാവ് എങ്ങനെ പെരുമാറണം, ഒരു പിതാവ് എങ്ങനെ പെരുമാറണം, ഒരു ഭർത്താവ് എങ്ങനെ പെരുമാറണം, കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി മേഖലകൾ, ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതഗന്ധിയായ ഒരുപാട് കാര്യങ്ങളാണ് ഈ ചാവരുള്ളിൽ ചവറപിതാവ് കുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും വായിക്കണം. ചവറപിതാവിൻ്റെ ആത്മാംശമുള്ള ആത്മാനുതാപം നമ്മൾ വായിക്കണം, ധ്യാനസല്ലാപങ്ങൾ വായിക്കണം. അങ്ങനെ നമ്മൾ ചാവറപിതാവിനെ പഠിച്ചു കഴിയുമ്പോൾ ONV പറഞ്ഞതുപോലെ തന്നെ വളരെ മഹത്വമായൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് തോന്നും. പരിപാവനം ഈ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാകും. ആ പരിപാവനമായ ജീവിതത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടയാകും. ചാവറയച്ചനെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ അവസരത്തിൽ നമുക്ക് ഒരു ചെറിയ പ്രതിജ്ഞ. ചാവറയച്ചനെ കൂടുതൽ ഞാൻ മനസ്സിലാക്കും, ചാവറയച്ചനെ അറിയും, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. അങ്ങനെ ചാവറയച്ചനെ അറിഞ്ഞു കഴിയുമ്പോൾ ചാവറയച്ചൻ്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് പ്രചോദനമായി തീരട്ടെ. താങ്ക് യു. Music gives soul to the universe, wings to the mind, flight to the imagination, and life to everything. Presenting before you a group of budding singers who will take you to the enlightening life of Saint Chavara. കതിരണി വയലുകൾ കതിരൊളി പകരും കായൽ കരയുടെ കണ്ണീരിൽ കരുണ കതിരിൻ കനക വെളിച്ചം കൈമുതലാക്കി കൈനഗരി കവിതക്കാമ്പിൻ കനകമണിക്ക് ജന്മം നൽകി കൈനഗരി. കതിരണി വയലുകൾ കതിരൊളി പകരും കായൽ കരയുടെ കണ്ണീരിൽ കരുണ കതിരിൻ കനക വെളിച്ചം കൈമുതലാക്കി കൈനഗരി കവിതക്കാമ്പിൻ കനകമണിക്ക് ജന്മം നൽകി കൈനഗരി. വിശുദ്ധനാം ചാവറയച്ചന് ജന്മം നൽകി കൈനഗരി. വിശുദ്ധനാം ചാവറയച്ചന് ജന്മം നൽകി കൈനഗരി. പണ്ടു ജനങ്ങൾ പഠിപ്പില്ലാതെ നടന്നു വലഞ്ഞൊരു ഗ്രാമത്തിൽ ഉണ്ണാനൊരി അരിയില്ലാതാകെ വിശന്നു വലഞ്ഞൊരു കാലത്ത്. പണ്ടു ജനങ്ങൾ പഠിപ്പില്ലാതെ നടന്നു വലഞ്ഞൊരു ഗ്രാമത്തിൽ ഉണ്ണാനൊരി അരിയില്ലാതാകെ വിശന്നു വലഞ്ഞൊരു കാലത്ത്. എന്തിനുമേതിനും ആർക്കും തണലായി എങ്ങും അലഞ്ഞൊരു പുണ്യാത്മൻ. എന്തിനുമേതിനും ആർക്കും തണലായി എങ്ങും അലഞ്ഞൊരു പുണ്യാത്മൻ. എങ്ങും അലഞ്ഞൊരു പുണ്യാത്മൻ. എങ്ങും അലഞ്ഞൊരു പുണ്യാത്മൻ. വിശുദ്ധനാം ചാവറയച്ചൻ ലോകജനത്തിൻ ആചാര്യൻ. വിശുദ്ധനാം ചാവറയച്ചൻ ലോകജനത്തിൻ ആചാര്യൻ. അക്ഷരശാലകൾ അച്ചടിശാലകൾ അക്ഷയഗ്രന്ഥമനശ്വര കവിതകൾ അഖില ജനത്തിനും ആകാംക്ഷകളുടെ പുതു പുതു പുത്തൻ കാര്യങ്ങൾ. അക്ഷരശാലകൾ അച്ചടിശാലകൾ അക്ഷയഗ്രന്ഥമനശ്വര കവിതകൾ അഖില ജനത്തിനും ആകാംക്ഷകളുടെ പുതു പുതു പുത്തൻ കാര്യങ്ങൾ.
എത്രമേൽ ധന്യം നിന്റെ നല്ലോർമ്മകൾ സ്വർഗമീ ഭൂമിയിൽ തീർത്തതാം ജീവിതം ദൈവത്തിൻ രൂപമായി ഭാവമായി നീ മർത്യരോടൊപ്പം സ്നേഹമായി വളർന്നു നീ എത്രമേൽ ധന്യം നിന്റെ നല്ലോർമ്മകൾ സ്വർഗമീ ഭൂമിയിൽ തീർത്തതാം ജീവിതം ദൈവത്തിൻ രൂപമായി ഭാവമായി നീ മർത്യരോടൊപ്പം സ്നേഹമായി വളർന്നു നീ സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു ദൈവത്തിൻ ഹൃദയത്തിൽ ചേർന്നു നീ വളർന്നു മനുഷ്യരീരത്തിൽ ചേർത്തു നീ വളർത്തി ദൈവത്തിൻ ഹൃദയത്തിൽ ചേർന്നു നീ വളർന്നു മനുഷ്യരീരത്തിൽ ചേർത്തു നീ വളർത്തി ദൈവത്തിൻ തിരുഹിതം പാലിച്ചു നിത്യവും മനുഷ്യർക്കു സേവനം ചെയ്തു നീ അനുദിനം മനുഷ്യർക്കു സേവനം ചെയ്തു നീ അനുദിനം സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു മക്കളാം ഞങ്ങൾ സ്വർഗത്തിലെത്തുവാൻ നേർവഴി കാട്ടിടും ചാവരുൾ നൽകി നീ മക്കളാം ഞങ്ങൾ സ്വർഗത്തിലെത്തുവാൻ നേർവഴി കാട്ടിടും ചാവരുൾ നൽകി നീ മന്നിതിൽ ശാന്തി നിത്യം പുലരുവാൻ സ്നേഹത്തിൻ മാർഗവും പഠിപ്പിച്ചു ഞങ്ങളെ സ്നേഹത്തിൻ മാർഗവും പഠിപ്പിച്ചു ഞങ്ങളെ സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു എത്രമേൽ ധന്യം നിന്റെ നല്ലോർമ്മകൾ സ്വർഗമീ ഭൂമിയിൽ തീർത്തതാം ജീവിതം ദൈവത്തിൻ രൂപമായി ഭാവമായി നീ മർത്യരോടൊപ്പം സ്നേഹമായി വളർന്നു നീ സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു സ്നേഹദാതാ ചാവറ പിതാവേ നിൻ പുണ്യനാമം വാഴ്ത്തിടുന്നു Saint Chavra quiz was conducted in connection with Saint Chavra Day. The quiz was based on the life journey and teachings of Saint Chavra. More than 50 Christnagarians had participated in the prelims. From that, 6 participants were selected for the final quiz. Reverend Father Justin Alukal CMI was the moderator of the quiz competition. Now, shall we start with the presentations? Yes, Father. Okay. Are you able to see the screen? Yeah, Father. Now we have 5 rounds. Okay. So 6 of you will be participating till the 4th round, and 4th round will be an eliminating round. 4 of you will be moving on to the final and the 5th round. Okay. 2 will be eliminated before the 5th round. Okay. First question of the first round will be asked to team 1, that is Advaith S. This round is a passing round where if you are answering wrong, the questions will be passed to the next participant. In the first attempt, if you are giving me the answer, you will be awarded with 10 marks.
If the question is Okay, sir. asked and the question is answered, one who is answering will be given 5 points. You are ready? Yes, sir. I think all of you are clear with the rules. Ready? The round is called not me, but you. Advaita, please listen. The question is, ഭാരതത്തിലെ ആദ്യ സീറോ മലബാർ സെമിനറി എന്ന് എവിടെ സ്ഥാപിച്ചു? You will be given 20 seconds. Your time starts now. Mananam Seminary, Yeah. 1831. 1831. Shall I pass the question to the next participant? Yes, sir. Yes. Okay. The next participant, please. Team 2, you know the answer? ഭാരതത്തിലെ ആദ്യ സീറോ മലബാർ സെമിനറി എന്ന് എവിടെ സ്ഥാപിച്ചു? മാനാനം സെമിനാരി Okay. 1833. 1833. Right answer. 1833, Mananam. Ephraim Rojan, you will be given 5 marks. Thank you all the participants. Thank you everyone for making this quiz competition a wonderful experience. Thank you. Have a wonderful day and Happy New Year everyone. Thank you. Happy New Year to everyone. Let's invite our beloved principal, Reverend Father Bino Patriclam CMI, to announce the winners. ജാനുവരി 3 ചാവറപിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അനുസ്മരിക്കുകയും സാഘോഷമായിട്ട് പള്ളികളിൽ, നമ്മുടെ ആശ്രമങ്ങളിൽ, സ്കൂളുകളിൽ പ്രോഗ്രാമുകളൊക്കെ നാം നടത്തുന്നുണ്ട്. ഇത്തരുണത്തിൽ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സ്കൂളിലെ കുട്ടികൾക്ക് നല്ലൊരു സന്ദേശം, അർത്ഥപുഷ്ടമായിട്ടുള്ള ഒരു സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചാമത്തലയച്ചൻ, തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ, ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പട്ടത്തിൻ്റെയൊക്കെ തിരക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് അച്ഛന് ഈ സമയം നമുക്ക് വേണ്ടി, നമ്മുടെ സ്കൂളിന് വേണ്ടി സമയം കണ്ടെത്തുകയും ചെലവഴിക്കുകയും ചെയ്ത് അച്ഛന് സ്കൂളിൻ്റെ പേരിൽ, ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിൽ, കുട്ടികളുടെയൊക്കെ പേരിൽ ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചാവറ ക്വിസ് നടത്തുകയുണ്ടായി. അതിൻ്റെ അകത്ത് ചാവറ ക്വിസിൽ നമ്മളെ സഹായിച്ചത് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ആലുക്കൽ അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി ഏറ്റവും ഹൃദ്യമായിട്ട് അറിയിക്കുന്നു. അച്ഛന് ചാവറ ക്വിസിൽ പ്രിലിംസും അതിൻ്റെ ഫൈനൽസും ഒക്കെ വെച്ചിട്ടാണ് നടത്തിയത്. ഹൃദ്യമായിട്ടുള്ള നന്ദി. ഇന്നത്തെ ചാവറ ക്വിസിൻ്റെ വാശിയേറിയ മത്സരത്തിൽ വിജയാർത്ഥികളെ അനൗൺസ് ചെയ്യുകയാണ്. വിജയാർത്ഥികളായിട്ടുള്ള കുട്ടികൾ ഇവരാണ്. ഏകദേശം 50ഓളം കുട്ടികൾ ഇതിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തു. ഇതിൽ വിന്നേഴ്സായിട്ടുള്ള കുട്ടികൾ നിയോണ റെജി ഫ്രം 6C got the first prize and Ephraim Rojan of 6C got the second prize. Congratulations dear students and to all the participants. Thank you. May God bless you all. ചാവറപിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഹൃദ്യമായി നേരുന്നു. Congratulations to the winners and all the participants. We always cherish the Chavaral, the words of Chavarayachan. Let's conclude with one of his golden quotes. Just as without the eye, one cannot see the material things of the world, so without knowledge, it is impossible for us to see and understand the reality of the world and the eternity of God. Thank you. We wish you all a Happy New Year.